Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ വിത്ത് പോളി AI എന്ന ടെക്സ്റ്റർ ജനറേറ്റർ വെബ്സൈറ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്കൻഡുകൾക്കുള്ളിൽ PBR ടെക്സ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുവാനും നമ്മുടെ കയ്യിലുള്ള ടെക്സ്റ്റേഴ്സിനെ സീംലെസ് ആയി അപ്സ്കെയിൽ ചെയ്തുകൊണ്ട് ടെക്സ്റ്റായി ക്രിയേറ്റ് ചെയ്യുന്നതിനും withpoly.com എന്ന AI ടെക്സ്റ്റർ ജനറേറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ടെക്സ്റ്റർ ജനറേറ്റർ നമ്മുടെ പ്രൊജക്റ്റുകളിലേക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. withpoly.com എന്ന ഈ ഒരു വെബ്സൈറ്റിൽ ഒരു ഇമെയിൽ ID യൂസ് ചെയ്തുകൊണ്ട് ഫ്രീ ആയി ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്തതിനു ശേഷം ഹൈലി ഡീറ്റെയിൽഡ് ആയ ടെക്സ്റ്റേഴ്സ് ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ ഓരോന്നിലും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ കളർ മാപ്പ്, നോർമൽ മാപ്പ്, ഹൈറ്റ്, ആംബിയന്റ് ഒക്ലൂഷൻ, റഫ്നെസ് തുടങ്ങിയ മാപ്സ് ഇവിടെ കാണാവുന്നതാണ്. 3ds Max തുടങ്ങിയ സോഫ്റ്റ്വെയറുകളിലേക്ക് നമുക്കിവിടെ സെർച്ച് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റേഴ്സിനെ ഇതിൽ നിന്ന് സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ ജനറേറ്റ് എന്ന ഈ ഒരു ഓപ്ഷനും ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റേഴ്സിനെ ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യമായി നമ്മൾ ഇതിൽ ഒരു ടെക്സ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു ടെക്സ്റ്റർ ജനറേറ്റ് ചെയ്യുന്നതിനായി ഈ ഒരു വെബ്സൈറ്റിലെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ടെക്സ്റ്റർ എഡിറ്റർ എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ടെക്സ്റ്റർ എഡിറ്റർ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇതിന്റെ ടൂൾ ബാർസ് ഇവിടെ കാണാവുന്നതാണ്. ആദ്യത്തെ ടൂൾ ക്വിക്ക് ജനറേറ്റ് എന്ന ഓപ്ഷനാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള പ്രോംപ്റ്റ്സ് ക്രിയേറ്റ് ചെയ്ത് ഒരു ടെക്സ്റ്ററിനെ നമുക്ക് ആവശ്യമുള്ള റെസൊല്യൂഷനിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ 2K വരെയുള്ള റെസൊല്യൂഷനിൽ ഇമേജസിനെ നമുക്ക് ഫ്രീ ആയി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. 4K 8K തുടങ്ങിയ റെസൊല്യൂഷനിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇൻഫിനിറ്റ് മെമ്പറായി ലോഗിൻ ചെയ്യേണ്ടതാണ്. ഞാനിവിടെ റസ്റ്റിക് ബ്രിക്ക് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തുകൊണ്ട് ടെക്സ്റ്റേഴ്സിനെ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ റസ്റ്റിക് ബ്രിക്ക് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. അടുത്ത് നമുക്ക് ആവശ്യമുള്ള റെസൊല്യൂഷനാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ 2K റെസൊല്യൂഷൻ സെലക്ട് ചെയ്യുന്നു. അടുത്ത മെറ്റീരിയൽ ടൈപ്പാണ്. ജനറൽ എന്ന ഈ ഒരു ഓപ്ഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു ജനറേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ടെക്സ്റ്റ് ഇവിടെ ജനറേറ്റ് ആവുന്നതായി കാണാവുന്നതാണ്. ഈ ഒരു ടെക്സ്റ്റർ ഇവിടെ ജനറേറ്റ് ആയി ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു PBR മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ടെക്സ്റ്റേഴ്സ് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ 3D വ്യൂ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടെക്സ്ചറിനെ ഇതുപോലെ ചെക്ക് ചെയ്യാവുന്നതാണ്. ടോപ്പിൽ റൈറ്റ് സൈഡിൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു 3D വ്യൂ, സ്ഫിയർ, സിലിണ്ടറിക്കൽ, ടോറസ് തുടങ്ങിയ ഓപ്ഷനുകളിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ടെക്സ്ചറിന്റെ ടൈലിംഗ് ചെക്ക് ചെയ്യുന്നതിനായി റൈറ്റ് സൈഡിൽ ടോപ്പിലുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സീംലെസ് ക്യാൻവാസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ എനബിൾ എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീംലെസ് ആയി ടെക്സ്റ്റേഴ്സിനെ ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടെക്സ്റ്റർ സൂം ഔട്ട് ആയി നമുക്ക് ഇതുപോലെ കാണുവാൻ സാധിക്കുന്നതാണ്. അടുത്തായി നമ്മൾ ജനറേറ്റ് ചെയ്ത ഈ ഒരു ടെക്സ്റ്ററിനെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡൗൺലോഡ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് എക്സ്പോർട്ട് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ടെക്സ്റ്റർ ഇവിടെ ഡൗൺലോഡ് ആയി ലഭിച്ചിരിക്കുകയാണ്. അടുത്തായി നമ്മൾ ഈ ഒരു പ്രോംപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ടെക്സ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ക്വിക്കായി അതിൻ്റെ വേരിയേഷൻസ് കാണുവാനും അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു ടെക്സ്റ്റർ വേരിയേഷൻ സെലക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതിനായി ഈ ഒരു എഡിറ്ററിൻ്റെ ടൂൾ ബാറിൽ മേക്ക് പാച്ചസ് എന്ന ഈ ഒരു ടൂൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തുകൊണ്ട് ലോ റെസൊല്യൂഷനിൽ പാച്ചസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ജനറേറ്റ് പാച്ചസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്യാം. സാൻഡ്സ്റ്റോൺ വാൾ ക്ലാഡിങ്ങിന്റെ 4 വേരിയേഷൻസ് ഇവിടെ ജനറേറ്റ് ആയിരിക്കുകയാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. ഇനി സെലക്ട് ചെയ്ത ഈ ഒരു ഇമേജിനെ ഒരു സീംലെസ് ടെക്സ്റ്റർ ആക്കി മാറ്റുന്നതിനായി നമ്മൾ ഈ ഒരു ടൂൾ ബാറിൽ മേക്ക് സീംലെസ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ബട്ടൺ ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ടെക്സ്റ്ററിനെ ഒരു സീംലെസ് പാറ്റേൺ ആയി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റർ സീംലെസ് ആയി ഇവിടെ മാറിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ഇമേജിനെ അപ്സ്കെയിൽ ചെയ്തുകൊണ്ട് ആവശ്യമുള്ള റെസൊല്യൂഷനിലേക്ക് സെറ്റ് ചെയ്യുന്നതിനായി ടൂൾ ബാറിൽ അപ്സ്കെയിൽ ടെക്സ്റ്റർ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന്
നമുക്ക് ആവശ്യമുള്ള റെസൊല്യൂഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അപ്സ്കെയിൽ ഇമേജ് എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് അപ്സ്കെയിലായി 2K റെസൊല്യൂഷനിലേക്ക് മാറിയതായി നമുക്കിവിടെ കാണാവുന്നതാണ്. അടുത്തതായി ഈ ഒരു ടെക്സ്ചറിന്റെ PBR മാപ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ടൂൾ ബാറിൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ ടൈപ്പ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ജനറൽ എന്ന ഈ ഒരു മെറ്റീരിയൽ ടൈപ്പ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. കളർ, നോർമൽ, ഡിസ്പ്ലേസ്മെന്റ് തുടങ്ങിയ മാപ്സ് ഇവിടെ നിന്ന് ഫ്രീ ആയി ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ജനറേറ്റ് PBR മാപ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്ത ഇമേജിന്റെ PBR മാപ്സ് ഇവിടെ ക്രിയേറ്റ് ആവുന്നതാണ്. ആ ഒരു മാപ്പ് ഇതുപോലെ ജനറേറ്റ് ആയി ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് താഴെ നോർമൽ, ഡിസ്പ്ലേസ്മെന്റ് തുടങ്ങിയ മാപ്സ് കാണാവുന്നതാണ്. നമുക്കിതിന്റെ 3D വ്യൂ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് ഇതുപോലെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ടെക്സ്ചറിനെ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള ഒരു സിംഗിൾ ടെക്സ്ചറിനെ സീംലെസ് ആക്കി മാറ്റുവാനും ആ ടെക്സ്ചേഴ്സിന്റെ PBR ടെക്സ്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും ഈ വെബ്സൈറ്റിലൂടെ സാധിക്കുന്നതാണ്. അടുത്തായി നമ്മുടെ കയ്യിലുള്ള ഒരു സിംഗിൾ ടെക്സ്ചറിന്റെ PBR മാപ്സ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഈ ഒരു ടെക്സ്ചറിന്റെ PBR മാപ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഈ ഒരു ടെക്സ്ചർ എഡിറ്ററിൽ അപ്ലോഡ് ഇമേജ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ടെക്സ്ചറിനെ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. ഇനി അപ്ലോഡ് ഇമേജ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഇമേജിനെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഇവിടെ അപ്ലോഡ് ആയിരിക്കുകയാണ്. സീംലെസ് അല്ലാത്തൊരു ഇമേജാണ് ഇതിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊണ്ടുവരുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഇമേജിനെ സീംലെസ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സീംലെസ് ടെക്സ്റ്റാക്കി മാറ്റാവുന്നതാണ്. നമ്മളെ ടെക്സ്ചറിനെ ഇവിടെ നിന്ന് ഒരു സീംലെസ് ടെക്സ്റ്റാക്കി ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത ഇമേജ് ഇവിടെ സീംലെസ് ആയി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി ഈ ഒരു ഇമേജിനെ അപ്സ്കെയിൽ ചെയ്തുകൊണ്ട് ഇതിന്റെ റെസൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അപ്സ്കെയിൽ ടെക്സ്റ്റ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള റെസൊല്യൂഷൻ ഇവിടെ സെലക്ട് ചെയ്ത് അപ്സ്കെയിൽ ഇമേജ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ടെക്സ്ചറിനെ അപ്സ്കെയിൽ ചെയ്യുകയാണ്. ഇവിടെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ഇമേജ് 2K റെസൊല്യൂഷനിൽ അപ്സ്കെയിലായി നമുക്കിവിടെ ലഭിക്കുന്നതാണ്. നമ്മുടെ ടെക്സ്ചർ ഇവിടെ അപ്സ്കെയിലായി ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു ടെക്സ്ചറിന്റെ ക്വാളിറ്റി ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഒരു മാപ്പിന്റെ PBR ടെക്സ്ചേഴ്സ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനായി നമുക്ക് ഈ ഒരു മേക്ക് PBR മാപ്സ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഓർഗാനിക് എന്ന ഈ ഒരു മെറ്റീരിയൽ ടൈപ്പാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഇനി ജനറേറ്റ് PBR മാപ്സ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു മാപ്സിന് PBR മാപ്സിനെ നമുക്കിവിടെ നിന്ന് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. 2K റെസൊല്യൂഷനിൽ PBR മാപ്സ് ഇവിടെ നിന്ന് ജനറേറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കിതിൻ്റെ നോർമൽ മാപ്പ്, ഡിസ്പ്ലേസ്മെന്റ് തുടങ്ങിയ മാപ്സ് ഇവിടെ ജനറേറ്റ് ആയതായി കാണാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ കയ്യിലുള്ള ഒരു ടെക്സ്ചറിനെ സീംലെസ് ആക്കുന്നതും അതിനെ അപ്സ്കെയിൽ ചെയ്ത് ആ മാപ്സിന്റെ PBR മാപ്സ് ജനറേറ്റ് ചെയ്യാനും നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ സാധിക്കുന്നതാണ്. ഇതിലൂടെ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആവശ്യമുള്ള രീതിയിൽ വളരെ റിയലിസ്റ്റിക് ആയി മാപ്സിനെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ജനറേറ്റ് ചെയ്ത ഈ ഒരു ഇമേജിനെ ഇവിടെ ഡൗൺലോഡിൽ എക്സ്പോർട്ട് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ടെക്സ്ചേഴ്സിനെ PBR ടെക്സ്ചേഴ്സ് ആക്കി നമ്മുടെ സീനുകളിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.